തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രം നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാം. ഞാൻ ജയിലിലേക്ക് വന്ന തന്നെ CKC എന്നൊരു കൊട്ടേഷനായിട്ട് ലക്ഷ്യം നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ ചോദിച്ച പവിത്രൻ തന്നെയാണ് എന്നെ ഈ കേസുമായിട്ട് കണക്ട് ചെയ്തത്. പവിത്രന്റെ വീടല്ലേ നിങ്ങൾക്കറിയേണ്ടത്. നിധിക്ക് പവിത്രനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞൊന്ന് ഒരറിവുമില്ലല്ലോ. എന്തായെന്നറിയാൻ എന്താ ഒരു വഴി? എന്താ വലിയൊരു ആലോചന? പവിത്രന്റെ വീടും വിവരമൊക്കെ നിധിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു വിവരമില്ലല്ലോ. ഞാൻ അത് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ വൈഫ് അതിന്റെ പുറകെ തന്നെയല്ലേ. എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടായി കാണും. നിധിയെ ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ കാര്യം അറിയായിരുന്നു. പക്ഷേ അതിന് വീണ്ടും സാറിനെ തന്നെ ബുദ്ധിമുട്ടിക്കണ്ടേ. ഫോൺ ചോദിക്കാൻ ഒരു മടി. പവിത്രന്റെ വിവരം അറിയാൻ വേണ്ടി ഇനി ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. സാറിന്റെ വൈഫ് ദേ അവിടെ കാണാൻ വന്ന് നിൽപ്പുണ്ട്. ആണോ? ആ, എന്തെങ്കിലും പോസിറ്റീവ് വാർത്തയുമായിട്ടായിരിക്കും പുള്ളിക്കാരി വന്നിട്ടുള്ളത്. റഷീദേ, സർ, ഇതൊന്ന് തുറന്നേ. ഇയാളെ വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് ആക്ക്. ശരി സാർ. എന്തായി നിധി? ആ പവിത്രനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? അവന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ? ആ ഉടമസാബു പറഞ്ഞെന്ന വിലാസം കറക്റ്റായിരുന്നു. ഞാൻ പവിത്രന്റെ വീട് കണ്ടുപിടിച്ചു. എന്നിട്ട് പവിത്രന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അയൽപ്പക്കത്തുള്ളവർക്ക് പോലും ഈ പവിത്രനെ ഭയമോ വെറുപ്പോ ഒക്കെയാണ്. ആരും അവന്റെ ഫോൺ നമ്പർ പോലും തരാൻ ധൈര്യപ്പെടുന്നില്ല. അവന് ഭാര്യയും ഒരു മകളും ഉണ്ടെന്ന് വ്യക്തമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അവനെ എങ്ങനെ കണ്ടുപിടിക്കും? നിരാശപ്പെടേണ്ട ഗൗതം. എല്ലാം മൂകാംബിക ദേവിയുടെ അനുഗ്രഹമാണ്. ഒരു വഴി ദേവിയായിട്ട് തന്നെ തുറന്നു തന്നു. എന്തു വഴി? പവിത്രന്റെ വീട്ടിൽ നിന്നും വരുന്ന വഴിക്ക് ഞാൻ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായി ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി. അതെന്തിനാ ഇന്നത്തേക്ക് മാറ്റിവെച്ചത്? പ്രണവിനെ വിട്ടുതരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ തന്നെ പൗത്രനെയും കൂട്ടിക്കൊണ്ടുപോയി പ്രണവിനെ മോചിപ്പിക്കണ്ടായിരുന്നോ? ഇന്നലെ തന്നെ അവന് വീട്ടിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാമായിരുന്നല്ലോ. ഈ പവിത്രൻ എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം ക്രിമിനലാ. ഒരു മിനിറ്റ് കിട്ടിയ ഇവന്റെ ഒക്കെ സ്വഭാവം മാറും. ഇന്നിനി അവൻ പ്രണവിനെയും കൊണ്ട് പാർക്കിൽ വരുമെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? ആ കാര്യത്തിൽ ഗൗതം ടെൻഷൻ ആവണ്ട. പവിത്രൻ സത്യം ചെയ്ത് തന്നിരിക്കുന്നത് അവന്റെ മകളെ പിടിച്ച. ഇവന്റെ ഒക്കെ സത്യമൊന്നും അങ്ങനെ വിശ്വാസത്തിൽ എടുക്കേണ്ട നിധി. ദൈവത്തെ പോലും പറ്റിക്കുന്ന ഇനങ്ങളാ. ദൈവത്തിനെ പിടിച്ച് സത്യം ചെയ്ത ചിലപ്പോ കാല് മാറിയെന്നൊക്കെ ഇരിക്കും. പക്ഷെ ആ മോളുടെ കാര്യത്തില് പവിത്രൻ അത് ചെയ്യില്ല. അയാളൊരു ഗുണ്ടയായിരിക്കാം. പക്ഷെ തന്റെ രക്തത്തിൽ പിറന്ന ആ മകളെ അയാൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. ആ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഇപ്പൊ ഓടുന്നത് എന്റെ ചോരയാണെങ്കിൽ അയാൾക്ക് എന്നെ ചതിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഗൗതം, ഞാനൊന്ന് ആലോചിച്ചു. ഇന്നലെ തന്നെ പ്രണവിനെ വിട്ടുതരണമെന്നും പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്നത് ബുദ്ധിയാവില്ല. കാരണം പ്രണവിനെ സത്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇന്ന് അതിന് കഴിയുന്നത് പവിത്രന് മാത്രമോ? പ്രണവ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അവനെ തട്ടിക്കൊണ്ടുപോയത് നമ്മളാണെന്നല്ലേ? സത്യം അതല്ലെന്നും CKC ആണ് എല്ലാത്തിനും പിന്നിലെന്നും പ്രണവിനെ ബോധ്യപ്പെടുത്താൻ പവിത്രന് മാത്രമേ ആവൂ. അങ്ങനെ ചെയ്യാനായാൽ ഗൗതമിന്റെ ജയിൽ മോചനം മാത്രമല്ല, പ്രണവിനെ നമുക്ക് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. പക്ഷെ ഇപ്പോഴും എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. എല്ലാം നന്നായിട്ട് വന്നാൽ മതിയായിരുന്നു. നന്നായി തന്നെ വരും. ഇന്ന് തന്നെ പ്രണവിനെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും.
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രണവിനെയും പവിത്രനെയും കോടതിയിൽ ഹാജരാക്കും. നാളെ ഗൗതം ജയിൽ മോചിതനും ആവും. അമ്മയും നിർമ്മലാന്റെ ഇപ്പോ എന്നെ കാത്ത് ജവഹർ പാർക്കിൽ നിൽക്കുമായിരിക്കും. ഞാൻ ചെല്ലാൻ വൈകിയ അവർക്ക് ടെൻഷനാവും. അമ്മയും നിർമ്മലാമ്മയും അവരെങ്ങനെ ഒരുമിച്ച്? അയ്യോ, അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഗൗതം ജയിലിലായതോടെ മകനെ രക്ഷിക്കാൻ വേണ്ടി പെറ്റമ്മയും പോറ്റമ്മയും കൈ കോർത്തു പിടിച്ച് പോരാട്ടത്തിന് ഇറങ്ങി നിൽക്കുമല്ലേ. അവരിപ്പോ ഒറ്റക്കെട്ട. രണ്ടമ്മമാരും കൂടി ചേർന്നേ എന്നെ ചവിട്ടി പുറത്തു കളയുമെന്ന ഇപ്പൊ എന്റെ പേടി. എന്റെ രണ്ടമ്മമാരും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇപ്പോഴും പാർവതിയമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഗൗതം സത്യമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. സ്വാർത്ഥതയാണ് മകനെ നഷ്ടപ്പെടുവോ എന്നുള്ള പേടി. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിർമ്മലാമ്മയാണ് എന്റെ പെറ്റമ്മ എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞോ വിവരം പാർവതിയമ്മ അറിയിക്കണം. എന്നിട്ട് രണ്ടമ്മമാർക്കും നിനക്കും ഒപ്പം എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. എല്ലാം നടക്കും ഗൗതം. ദേവിയുടെ അനുഗ്രഹമുണ്ട് നമുക്കിപ്പോ. എങ്കിൽ പിന്നെ ഇനി ഞാൻ സമയം കളയുന്നില്ല. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവരവിടെ കാത്തു നിൽക്കുവോ? ധൈര്യമായിട്ട് പോയിട്ടോ. ജയിലിൽ ഗൗതമിനെ കാണാൻ വന്നിട്ട് ആദ്യമായിട്ടാ ഈ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത്. ഇത് ജയിലിൽ വെച്ചുള്ള നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും. നാളെ ഗൗതം പുറത്തിറങ്ങും. ഞാൻ പോയിട്ട് വരട്ടെ. മണി 11 നിധിയെ കാണുന്നില്ലല്ലോ പാറു. ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ എന്തൊക്കെയോ നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞു. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് സഹിക്കാനും വയ്യ. ഓ എന്റെ ദൈവമേ, സമാധാനായി. നിധി വന്നു. എന്തായി നിധി? ഗൗതമിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പവിത്രൻ പ്രണവിനെയും കൊണ്ട് 11 മണിക്ക് പാർക്കിൽ വരുമെന്ന് പറഞ്ഞപ്പോ ഗൗതമിന് എന്തുമാത്രം സന്തോഷമായിന്നറിയോ. നാളെ പുറത്തിറങ്ങാനാവുമല്ലോ എന്നുള്ളൊരു ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു ആ മുഖത്ത്. പ്രണവിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോണം. അവനെ പിടിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ ഇപ്പൊ തന്നെ പവിത്രൻ പറഞ്ഞു കാണുമല്ലോ. എന്നാലും അത് പോരാ ആന്റി. അവൻ ചെന്ന് പെട്ടിരിക്കുന്ന ചതിയെക്കുറിച്ച് അവന് നല്ല ബോധ്യം ഉണ്ടാവണം. ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കാന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്നും പ്രണവിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണം. അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കണം.